പാറശാല ഷാരോൺ വധക്കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശിക്ഷാവിധിക്ക് മുന്നോടിയായിട്ടുള്ള വാദം പൂർത്തിയായി. വൈകാരികതയിൽ ഊന്നിയായിരുന്നു ഗ്രീഷ്മയുടെ വാദം. പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകി മാനസാന്തരപ്പെടാൻ അവസരമുണ്ടാകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പ്രതി ഗ്രീഷ്മ ചെകുത്താന്റെ സ്വഭാവമുള്ള വ്യക്തിയാണ്. ഗ്രീഷ്മ കൊന്നുകളഞ്ഞത് ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, സ്നേഹത്തെ കൂടിയാണ്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്ന് തുടങ്ങി അതിവൈകാരികമായിട്ടായിരുന്നു പ്രോസിക്യൂട്ടറുടെ വാദം. അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. ഷാരോൺ രാജിനെ മാത്രമല്ല, ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചു. കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്. പ്രതിയുടെ പ്രായവും അതോടൊപ്പം മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതും കണക്കിലെടുത്തുകൊണ്ട് പരമാവധി ശിക്ഷ കുറയ്ക്കണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. ഒപ്പം ബിരുദാനന്തര ബിരുദം പാസ്സായിട്ടുണ്ട് എന്നും തുടർന്ന് പഠിക്കണമെന്നുമുള്ള ആവശ്യം ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഗ്രീഷ്മയെ പലതവണ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഇത് കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യമാണെന്നും പ്രതിഭാഗം കോടതിയിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രകോപനത്തിൻ്റെ പുറത്തോ മറ്റോ ചെയ്ത ഒരു കുറ്റകൃത്യമല്ല. ഗ്രീഷ്മ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും വധശിക്ഷ തന്നെ വിധിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും ഷാരോണിന്റെ കുടുംബവും. പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 4.5 മാസത്തോളം എല്ലാ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയൊരു കേസാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷ നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുമോ അതോ ശിക്ഷയിൽ ഇളവുണ്ടാകുമോ? തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. സ്റ്റെഫിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.